എടാ ഒന്ന് പെട്ടെന്ന് വണ്ടി വിട്. ഞാൻ പറഞ്ഞിട്ടുണ്ടേ എനിക്ക് ലേറ്റ് ആവും, എക്സാം ഉള്ളതാ. അപ്പൊ ആ ബോധമുണ്ട്. നിങ്ങൾ ലേറ്റ് ആയ ശമ്പളം മിസ്സാവത്തില്ലല്ലോ, എനിക്ക് കട്ടാകും. അതുകൊണ്ടാ. തീരുമാനമാക്കോ? നീ ആ ഡയറി ഇനി എന്താ ഞാൻ ഒപ്പിട്ട് തരാം. എന്താന്ന് വെച്ചാൽ എഴുതിക്കോ. ഇതെന്താ കയ്യില് കുഞ്ഞു പേപ്പർ? എന്റെ കുറച്ച് നോട്ട്സാ. എത്ര ടൈമിയോ? എന്താണ് നിന്റെ ചവിട്ടി പുറത്തിട്ട് ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതാ. അങ്ങനെ പറയണ്ട. ദേ എക്സാമിനേഷൻ അവിടെ ഇവിടെ നോക്കിയിരുന്ന് അവസാനം സമയം തികഞ്ഞില്ല, ക്വസ്റ്റ്യൻ പേപ്പറിന് ലാസ്റ്റ് പേജ് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞോട്ട് വന്നേക്കണം. ശ്രമിക്കാം. ദേ ഞാൻ ഓ സമയം പോയി. അവൾ എന്തേലും എഴുതിക്കോളൂ, ഒന്ന് വണ്ടി എടുക്കും. 12th standard. 11th standard. Thank you, sir. All of you listen and see here. 14 ones are 40. 14 twos are 28. Excuse me, ma'am. Yes. May I come in? Yes, sure. Hello, children. How are you all? Okay. So meet your new friend, Sora. Say hi to Sora. Okay, that's your seat. Please sit. Thank you, ma'am. Please continue. Okay. Let's continue. ഹലോ. നിന്ന് മനുഷ്യന്റെ കാലൊടുന്നു. ആവട്ടെ, ധ്യാനം കൂടി നന്നായോ? നന്നായെങ്കിൽ എന്നെ പിക്കാൻ നിന്നെ വിളിക്കില്ലല്ലോ. എന്നിട്ട് എന്തൊക്കെ പറഞ്ഞു കേക്കട്ടെ. പ്രേമിക്കുന്നതാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ തെറ്റെന്നുള്ള രീതിയിലൊക്കെ അവര് സംസാരിക്കുന്നത്. മാരക കൗൺസിലിംഗ്. ഓഹോ. അവസാനം നന്നാവനാന്നൊക്കെ പറഞ്ഞ് തലയിലും പിടിച്ചു ഉന്തി വെത്താനൊക്കെ നോക്കി. എന്നിട്ട് വീണോ? ഞാൻ ആകെ ഒരു വട്ടമല്ലേ വീണുള്ളൂ. അതിന്റെ അപ്പം അനുഭവിക്കുന്നത്. ന്യൂസിലാൻഡ് പോകുന്നവരെ വീട്ടിൽ സംസാരിച്ചോ? നാളെ ഉറപ്പായിട്ടും പറയും. ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ ആയല്ലോ. അതിന് ഞാൻ IELTS ഒക്കെ എടുത്ത് വെച്ചിട്ടില്ലേ? അത് ഫിലിപ്പ് ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ. അവനവന്റെ കാര്യം വീട്ടിൽ പറയുന്നതിന് എന്തിനാ ബേസി ഇങ്ങനെ പേടിക്കുന്നേ? ഈ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിലേ ഞാൻ ഫിലിപ്പിനോട് ഒന്ന് സംസാരിക്കും. കേട്ടല്ലോ? ഞാൻ വഴി ഉണ്ടാക്കാം. പോപ്പുണ്ടോ? സ്റ്റോപ്പ് എത്തി. ഇറങ്ങോ. അപ്പൊ ശരി. പിന്നെ മമ്മി അറിഞ്ഞ സ്ഥിതിക്ക് പപ്പ അറിയാൻ വലിയ താമസമൊന്നും ഉണ്ടാവില്ല. എന്റെ മോനൊന്ന് കരുതിയിരുന്നു. നീ പേടിക്കാണ്ടിരിക്കടി. എനിക്ക് പേടിയൊന്നുമില്ല, നീ പേടിക്കാണ്ടിരുന്നാ മതി. പേടിയോ? എനിക്കോ? മിക്കവാറും. ശരി. പപ്പ പഠിക്കായിരുന്നു. ബേസി ഇവിടെ ഇല്ല, പോയെന്ന് തോന്നുന്നു. വരാം. പപ്പയാ താഴേക്ക് വരാൻ. കുറച്ച് നാരങ്ങ കൂടെ പിഴിഞ്ഞൊഴിച്ചു ശരിയാവും. നീ പപ്പയുടെ ബാഗ് എടുത്തേ. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, നീ എന്താ വിയർത്തിരിക്കുന്നു? ഒന്നുമില്ല. ചേച്ചി എന്തെടുക്കുമായിരുന്നു? പരീക്ഷയുടെ മാർക്ക് വരുമ്പോ ഞാൻ പറയാം കേട്ടോ. നീ ഇതെവിടെ പോയതാ? ഫ്രണ്ടെ കാണാൻ. കാർ എടുത്താ പോരായിരുന്നു? ട്രാഫിക്കാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്കൂട്ടർ കൊടുക്കരുത്. വെറുതെ കിടക്കുമല്ലേ. എന്നാലും കൊടുക്കണ്ട. അല്ല, നിനക്കൊന്നും ജോലിയില്ലായിരുന്നു? ഓഫാ. എല്ലാത്തിനും ഉത്തരം റെഡിയാ. ഓ എന്റെ അമ്മേ, ഇതെവിടെ പോയതാ? ഞാനൊരു ക്ലോസറ്റ് വാങ്ങിക്കാൻ പോയതാടാ. നോക്കി നിൽക്കാതെ വന്ന് എടുക്കടി. നിന്റെ അടുത്ത് ഇനി പ്രത്യേകം പറയണം. ഇങ്ങോട്ട് വാടി. എക്സാമൊക്കെ കഴിഞ്ഞിരിക്കുവല്ലേ, അപ്പൊ ഒരു ധ്യാനൊക്കെ കൂടി വരട്ടെ എന്ന് കരുതി വിട്ടതാ. നന്നായി. കുറച്ചൊക്കെ എന്നാ പോയേക്കോ. ഫിലിപ്പേ എന്നാ വരട്ടെ. ക്ലാസ്സിന് നല്ല ഡിസൈൻ നോക്കി എടുക്കായിരുന്നു. നമ്മള് പുറത്തു പോകുമ്പോ കൊണ്ടുപോകുന്നില്ലല്ലോ, ഇവിടെ വെക്കാനുള്ളതല്ലേ. തമാശ. എൻ പാപമേതും
ഈശ്വര ഐസേട്ട് വെച്ചിട്ടില്ലേ? വെച്ചിട്ടില്ല. ആഹാ, ഇവൻ അടി നിർത്തിയ. മക്കളെ, ചുമ്മാ ഇരിക്കുമ്പോ നിങ്ങൾക്ക് ഇത്തിരി ഐസൊക്കെ നിറച്ചു വെച്ചൂടെ? വന്ന് വന്ന് മക്കൾക്ക് മണിയങ്കലിനോട് തീരെ സ്നേഹമില്ലാണ്ടായി. ഇവിടെ നിന്ന് ഡ്രിങ്ക്സ് കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ നാക്കുണ്ടായിരുന്നല്ലേ? തമാശയൊക്കെ പറയാറിയാലേ? തമാശയല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വാള് പറയാൻ എന്നോട് വയ്യ. ഇനി നീ വാള് വെക്കുമ്പോ ഞാൻ കോരാടാ. അപ്പൊ ടാലിയായില്ലേ? മഞ്ജുനാഥിന്റെ സ്ഥലം വിറ്റിട്ട് എന്ത് തടഞ്ഞ്? അറിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ? എന്റെ കമ്മീഷൻ. അങ്ങനെ അപ്പുറത്തെ പറമ്പിലെ പുല്ല് കണ്ടിട്ട് ഇപ്പൊ പശുവിനെ വളർത്തണ്ട. അപ്പുറത്തെ പറമ്പിൽ പുല്ലുണ്ടെന്ന് പറഞ്ഞു തന്നത് ഞാനാടോ. ഉളുപ്പ്. എന്താ? മീൻകറിക്ക് ഇത്തിരി ഉപ്പ് കൂടിന്ന് പറഞ്ഞേ ഉള്ളൂ. ഇതിന്റെ ഇടയിൽ എങ്ങനെ ഈ ഉളുപ്പ് കയറി വന്നേ? ഡ്രിങ്കിങ് എടു. ഇനി സത്യം പറ, സ്ഥല കച്ചവടത്തിൽ നിന്ന് എന്ത് തടഞ്ഞു? ഏത് സ്ഥലക്കച്ചവടം? സത്യം പറയാൻ ഒരു 10 പൈസ കിട്ടി. ശരി, വേണ്ട, അടുത്ത പെക്കിൽ ഞാൻ പറയിപ്പിച്ചോളാം. ഒന്നുകൂടെ അടി. ഹലോ, നിനക്ക് 30th മോർണിംഗ് വല്ല പരിപാടി ഉണ്ടോ? ഇല്ല. എന്ത് പറ്റി? എന്നാ എന്റെ കൂടെ പാസ്പോർട്ട് ഓഫീസ് വരെ ഒന്ന് വരുമോ? ഒരു കമ്പനിക്ക്. പിന്നെന്താ? ഓക്കെ സെറ്റ്. ക്ലോസറ്റ് ലാസ്റ്റ് ആ പിശുക്കനോണർ മേടിച്ചു തന്നൂല്ലേ? എന്റെ രൂപ 6000 പോയി. നിനക്ക് ചേർന്ന ആളാണല്ലോ. എന്തായാലും അയാളത്രയും മോശമല്ല ഞാൻ. താനെന്തിനാ അതിന്റെ പുറത്ത് ഇരിക്കുന്നത്? അവിടെ ഇരുന്ന് കഴിക്കാൻ പാടില്ല ആ ചിടുങ്ങ് പറഞ്ഞു. ഇവിടെ ആകുമ്പോ പിന്നെ എന്താവാലോ? അങ്ങനെ ഇപ്പൊ ഇവിടെ എല്ലാം ആക്കണ്ട. ക്ലോസറ്റ് ഫിറ്റ് ചെയ്തിട്ടില്ലേ? ഞാനൊരു ചവിട്ടിയാലുണ്ടല്ല. അതെ, നീ ആ കൊടുത്ത കേസ് പിൻവലിക്കാൻ പറഞ്ഞിട്ട് ആ ഇളയപ്പൻ ഏതേരം വിളിയോട് വിളിയാ. കേസ് കാരണം കൊണ്ട് അയാൾക്ക് പാസ്പോർട്ട് കിട്ടില്ലാന്ന്. അങ്ങനെ എന്റെ വീട്ടിന് കല്ലെറിഞ്ഞിട്ടേ അയാൾ അമേരിക്ക പോയി കല്യാണം കൂടി സൂഹിക്കണ്ട. സംഭവം 307 അറ്റംപ്റ്റ് മേഡർ. കുറച്ച് നടക്കട്ടെ. സത്യം പറയടാ, നിന്റെ വീടിന് കല്ലെറിഞ്ഞ് നീ തന്നെയാ. ഇയാൾ എന്തൊക്കെയായി പറയുന്നേ? പപ്പാനല്ലേ വീടിന് കല്ലെറിഞ്ഞേ? അപ്പൊ നീ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? വക്കീല് പറഞ്ഞിട്ട് കേസൊന്ന് സ്ട്രോങ് ആക്കാൻ. അങ്ങോട്ട് വിട്ടുകൊടുക്കടാ. കെട്ടിപ്പിടിച്ചിരുന്നിട്ട് എന്ത് കാര്യ? ചാവുമ്പോ കൂടെ കൊണ്ടുപോവാനാ? അതുകൂടെ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആകെ ഉള്ളത് 20 സെന്റ് പാറക്കെട്ടാ. ഒരു പട്ടിക്കുറുക്കനും വേണ്ടാത്ത അത് കിട്ടിയിട്ട് എനിക്കും എന്റെ മക്കൾക്കും എന്തിനാ? നേരം തിരുത്ത് തൂറാനോ? അയ്യേ, ആ ഡാഷ് മോനെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ആ ഡാഷിൽ എന്താ ഫില്ല് ചെയ്യണ്ടേ? അതറിയാൻ എനിക്ക് പ്രായമായിട്ടില്ല. അതറിയാനുള്ള പ്രായം എന്റെ മാൾക്കായോ? അതെ, മമ്മിയുടെ അടുത്ത് നീ ഭയങ്കര ഓവർ ആക്ടിങ് ആണേ. ആ, ഇതൊക്കെ ഒരു നമ്പർ അല്ലേ? മണിയങ്ങൾ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ചവിട്ടാടം തുടങ്ങിയിട്ടുണ്ട്. മണിയങ്കിളിനി എപ്പോഴാ ഫുൾ കോസ്റ്റ്യൂമി കളിക്കലേ? മണിയെങ്കില് നിന്നെ പറ്റിക്കുവോ മോളെ? ഒന്ന് പോടാ എന്റെ മോളെ. ഇത് ഇങ്ങനെ ഇരുന്നിട്ടുള്ള പരിപാടിയല്ല. ഇതിനൊരു സാധനം വേറെ ഉണ്ട്. അപ്പൊ അതിട്ട് എന്നാ വരണേ? ആ, നോക്കിക്കോ. അതിട്ട് ഈ മണിയങ്കിള് ഒരു ദിവസം ഒരു വരവുണ്ട്. അന്ന് നിന്നെ ഞാൻ ഞെട്ടിക്കും. പക്ഷെ എന്നാന്ന് എനിക്കിപ്പൊ പറയാൻ പറ്റില്ല. ഇന്നല്ല, ഇന്നാണാവോ? ഇന്നല്ലേ നാളെ വരും.